ലോകത്തെമ്പാടുമുള്ള മുസ്ലിം മതവിശ്വാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് വിശുദ്ധ മക്കയിലെത്തി ഉംറ നിർവഹിക്കുക എന്നത്. എന്നാൽ ഉംറയ്ക്ക് പോകുന്നവർക്കുള്ള വിസ നടപടിക്രമങ്ങളും അപേക്ഷകളും യാത്രാരേഖകളും പലപ്പോഴും സമയവും പണവും ചെലവാക്കുന്ന പ്രക്രിയയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ രീതിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് സൗദി അറേബ്യ. ഒരു വർഷം കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി ഉംറ വിസ സൗദി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ വിസ ലഭിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ പലതവണ സൗദിയിൽ പ്രവേശിച്ച് ഉംറ നിർവഹിക്കാം. ഈ പുതിയ സംവിധാനം സൗദിയുടെ വിശാലമായ തീർത്ഥാടന പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ തീർത്ഥാടകരെ ആകർഷിക്കാനും ഉംറ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കാനും സൗദി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി മാറ്റങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇ വിസ, നുസുക് പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ പെർമിറ്റുകൾ, സ്മാർട്ട് തീർത്ഥാടന സേവനങ്ങൾ, ഇപ്പോൾ അതിന്റെ തുടർച്ചയായാണ് ഈ മൾട്ടിപ്പിൾ എൻട്രി ഉംറ വിസയും അവതരിപ്പിച്ചിരിക്കുന്നത്. സൗദി ഗവൺമെന്റിന്റെ പ്രഖ്യാപനത്തിന് വൻ കയ്യടികളാണെങ്കിലും വിശ്വാസികൾക്ക് സംശയങ്ങൾ നിരവധിയാണ്. ഈ വിസ എല്ലാവർക്കും ലഭിക്കുമോ? ഉംറ വിസ ഉണ്ടെങ്കിൽ എത്ര ദിവസത്തേക്ക് സൗദിയിൽ താമസിക്കാം? ടൂറിസത്തിനായി ഉപയോഗിക്കാനാകുമോ? ഉംറ വിസയ്ക്ക് എത്ര രൂപ ചെലവ് വരും? തുടങ്ങി ചോദ്യങ്ങൾ നിരവധിയാണ്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സൗദി അവതരിപ്പിച്ച പുതിയ വിസ നിലവിലുള്ള ഉംറ വിസയ്ക്ക് പകരമുള്ളതല്ല. ഇതൊരു അധിക ഓപ്ഷൻ മാത്രമാണ്. മുമ്പത്തെ പോലെ ഒറ്റത്തവണ പ്രവേശിക്കാവുന്ന ഉംറ വിസയും തുടരും. എന്നാൽ ഒരേ വർഷത്തിൽ 2-3 തവണ ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി ഓരോ യാത്രയ്ക്കും പ്രത്യേകം വിസയ്ക്ക് അപേക്ഷിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് ഈ പുതിയ സംവിധാനം. പ്രത്യേകിച്ച് UAEയിൽ താമസിക്കുന്ന നിരവധി പ്രവാസികൾ റമദാനിലും സ്കൂൾ അവധിക്കാലത്തും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എത്തുന്ന സമയത്ത് ഒന്നിലധികം തവണ ഉംറ നിർവഹിക്കാറുണ്ട്. അത്തരക്കാർക്ക് ഈ പുതിയ സംവിധാനം വലിയ ആശ്വാസമാകുമെന്നാണ് ട്രാവൽ മേഖലയിലുള്ളവരുടെ വിലയിരുത്തൽ. പക്ഷേ ഈ വിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത കാലാവധി തന്നെയാണ്. വിസ അനുവദിച്ച ദിവസം മുതൽ ഒരു വർഷത്തേക്കാണ് ഇത് സാധുവായിരിക്കുക. എന്നാൽ അതുകൊണ്ട് ഒരു വർഷം മുഴുവൻ സൗദിയിൽ താമസിക്കാമെന്ന് അർത്ഥവുമില്ല. ഒരു വർഷത്തിനുള്ളിൽ ആകെ 90 ദിവസം വരെ മാത്രമേ സൗദിയിൽ താമസിക്കാൻ അനുമതിയുള്ളൂ. ഈ 90 ദിവസം ഒരുമിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 10 ദിവസം വീതം, 15 ദിവസം വീതം, അല്ലെങ്കിൽ യാത്രക്കാരന് സൗകര്യപ്രദമായ രീതിയിൽ പല സന്ദർശനങ്ങളിലായി വിഭജിച്ചും ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഒരാൾ റമദാനിൽ 10 ദിവസം ഉംറ നിർവഹിക്കാൻ പോയി, പിന്നീട് സ്കൂൾ അവധിക്കാലത്ത് കുടുംബത്തോടൊപ്പം 15 ദിവസം കൂടി പോയി, പിന്നീട് വർഷാവസാനത്തിൽ വീണ്ടും 10 ദിവസത്തേക്ക് പോയി. ഇങ്ങനെ പല സന്ദർശനങ്ങളിലായി 90 ദിവസത്തെ കാലാവധി ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനെ മൾട്ടിപ്പിൾ എൻട്രി ഉംറ വിസ എന്ന് വിളിക്കുന്നത്. പലർക്കും ഇപ്പോൾ ഉയരുന്ന സംശയം മറ്റൊന്നാണ്, ഈ വിസ ഉപയോഗിച്ച് മക്കയിൽ ഉംറ കഴിഞ്ഞ് റിയാദിലോ ജിദ്ദയിലോ വിനോദസഞ്ചാരത്തിനായി പോകാൻ കഴിയുമോ എന്നാണ്. ഉത്തരം വളരെ വ്യക്തമാണ്, ഇല്ല. ഇതൊരു ഉംറ വിസ മാത്രമാണ്, ടൂറിസ്റ്റ് വിസയല്ല. അതിനാൽ ഈ വിസയുടെ ഉദ്ദേശം ഉംറ നിർവഹിക്കുകയാണ്. വിനോദസഞ്ചാരത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇവിടെ മറ്റൊരു പ്രധാന കാര്യവും കൂടിയുണ്ട്. ഈ വിസ ലഭിച്ചാൽ ഒരു വർഷം വരെ രേഖകളൊന്നും സമർപ്പിക്കാതെ സൗദിയിലേക്ക് പോകാമെന്ന് കരുതണ്ട. ഓരോ തവണയും സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് പുതിയ യാത്രയുടെ വിവരങ്ങൾ വീണ്ടും സമർപ്പിക്കണം. അതായത് പുതിയ ഹോട്ടൽ ബുക്കിംഗ്, മടക്ക ടിക്കറ്റ്, യാത്രാ പദ്ധതി, പ്രാദേശിക ഗതാഗത വിവരങ്ങൾ എന്നിവ ഓരോ സന്ദർശനത്തിനും പ്രത്യേകം നൽകണം. കാരണം സൗദിയുടെ നുസുക് പ്ലാറ്റ്ഫോമിലാണ് ഓരോ ഉംറ യാത്രയും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഈ വിസ ആർക്കൊക്കെ ലഭിക്കും? സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിൻ്റെ പുതിയ സംവിധാനം അനുസരിച്ച് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. എന്നാൽ എല്ലാവരും ഒരേ രീതിയിലല്ല അപേക്ഷിക്കേണ്ടത്. അപേക്ഷയുടെ മാർഗം നിങ്ങളുടെ പാസ്പോർട്ടും താമസിക്കുന്ന രാജ്യവും അനുസരിച്ച് വ്യത്യാസപ്പെടും. ഉദാഹരണത്തിന്, അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ പൗരന്മാർക്ക് നേരിട്ട് ഈ വിസ സംവിധാനത്തിലൂടെയോ ചില സാഹചര്യങ്ങളിൽ വിസ ഓൺ അറൈവൽ വഴിയോ അപേക്ഷിക്കാം. ഇതുകൂടാതെ അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ നിയമപരമായ റെസിഡൻസി പെർമിറ്റുള്ള വിദേശികൾക്കും ഈ മാർഗം ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാർക്കും ഈ വിസയ്ക്ക് അർഹതയുണ്ട്. പക്ഷേ ഇവർക്ക് നേരിട്ട് ഈ വിസ ലഭിക്കില്ല. അവർ അംഗീകൃത ഉംറ ട്രാവൽ ഏജൻസികൾ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതായത് ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് ഈ വിസ ലഭിക്കില്ല എന്നല്ല, ലഭിക്കും. എന്നാൽ അപേക്ഷ അംഗീകൃത ഏജൻസിയിലൂടെയും നുസുക് പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചുള്ള സംവിധാനത്തിലൂടെയുമാണ് നടത്തേണ്ടത്. രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ പ്രത്യേക സാഹചര്യങ്ങളുള്ള ചില രാജ്യങ്ങൾക്ക് കൂടുതൽ സുരക്ഷാ പരിശോധനകൾ ഉണ്ടായേക്കാമെന്നും ചിലപ്പോൾ സിംഗിൾ എൻട്രി വിസ മാത്രമായിരിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ആവശ്യമായ എല്ലാ രേഖകളും കൃത്യമായി നൽകിയാൽ സാധാരണയായി 2 പ്രവൃത്തി ദിവസങ്ങളിലുള്ളിൽ വിസ ലഭിക്കുമെന്നാണ് അവരുടെ വിശദീകരണം. വിസ ഫീസിൻ്റെ കാര്യത്തിലും വ്യക്തതയുണ്ട്. UAEയിലെ ട്രാവൽ ഏജൻസികൾ പറയുന്നതനുസരിച്ച് ഏകദേശം 600 മുതൽ 650 ദിർഹം വരെയാണ് പുതിയ വിസയുടെ ചെലവ്. ഇന്ത്യക്കാർക്ക് അപേക്ഷിക്കുന്ന രീതിയും ട്രാവൽ ഏജൻസിയുടെ ഫീസ് അടക്കം 18,500 മുതൽ 20,000 രൂപ വരെ ചെലവ് വരും. ഏജൻസികൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാമെങ്കിലും പൊതുവെ ഈ നിരക്കിലാണ് വിസ ലഭിക്കുകയെന്നാണ് ഈ മേഖലയിലെ പ്രമുഖരുടെ വിലയിരുത്തൽ. ഇനി അപേക്ഷിക്കാൻ എന്തെല്ലാം രേഖകളാണ് വേണ്ടത്? ഇന്ത്യയിൽ നിന്നാണ് അപേക്ഷിക്കുന്നതെങ്കിൽ പാസ്പോർട്ടിന്റെ പകർപ്പ്, അപേക്ഷകന്റെ ഫോട്ടോ, പാൻ കാർഡിന്റെയും തിരിച്ചറിയൽ കാർഡിന്റെയും കോപ്പി, മെനിഞ്ചൈറ്റിസ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകണം. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയാണെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് എന്നിവ കൂടി ആവശ്യപ്പെട്ടേക്കും. നിങ്ങളുടെ യാത്രാരേഖകളും ആവശ്യമായി വരും. ഇനി UAEയിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ആണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ പാസ്പോർട്ടിന്റെ പകർപ്പിനൊപ്പം എമിറേറ്റ്സ്,
ID കോപ്പി അല്ലെങ്കിൽ നിങ്ങളുടെ US, UK ഓർ ഷെങ്കൻ വിസയുടെ കോപ്പി, മടക്ക വിമാന ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ ഹോട്ടൽ വൗച്ചർ, പ്രാദേശിക യാത്രാ വിവരങ്ങൾ, മറ്റാവശ്യമായ യാത്രാരേഖകൾ എന്നിവയെല്ലാം നുസുക് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്ത ശേഷമാണ് അപേക്ഷ പരിഗണിക്കുന്നത്. ആദ്യം വിസ വാങ്ങാം, പിന്നീട് ഹോട്ടൽ നോക്കാം, പിന്നീട് ടിക്കറ്റ് എടുക്കാം എന്ന രീതിയിലല്ല നടപടിക്രമം. ആദ്യം ഉംറ പാക്കേജും യാത്രാ വിവരങ്ങളും നുസുക് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷമാണ് വിസ അപേക്ഷ സമർപ്പിക്കുന്നത്. ഓരോ കുടുംബാംഗത്തിനും പ്രത്യേകം വിസ അപേക്ഷ നൽകണം. ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ഓരോരുത്തർക്കും പ്രത്യേക അപേക്ഷയും രേഖകളും ആവശ്യമാണ്. യാത്ര ഒരുമിച്ച് നടത്താമെങ്കിലും വിസ പ്രോസസ്സിംഗ് വ്യക്തിഗതമായിരിക്കും. ഈ വിസ അംഗീകൃത ഉംറ ട്രാവൽ ഏജൻസികളുടെ സ്പോൺസർഷിപ്പിലാണ് അനുവദിക്കുന്നത്. അതുകൊണ്ട് യാത്രക്കാരൻ സൗദി നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വവും ഏജൻസിക്കാണ്. ഒരു യാത്രക്കാരൻ അനുവദിച്ച തീയതിയിൽ സൗദി വിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അംഗീകൃത യാത്രാ പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ട്രാവൽ ഏജൻസിക്കും ഉണ്ടാകും. അത്തരത്തിൽ ഏജൻസിക്ക് പിഴ പോലും ലഭിച്ചേക്കാം. അതുകൊണ്ടാണ് ഓരോ യാത്രയും വീണ്ടും രജിസ്റ്റർ ചെയ്യണമെന്നും എല്ലാ വിവരങ്ങളും പുതുക്കണമെന്നും ട്രാവൽ ഏജൻസികൾ നിർബന്ധമായും ആവശ്യപ്പെടുന്നത്. ഉംറ കൂടുതൽ സൗകര്യപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി ഈ പുതിയ സംവിധാനം അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് UAE താമസിക്കുന്ന പ്രവാസികൾക്കും ഒരേ വർഷത്തിൽ ഒന്നിലധികം തവണ ഉംറ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്കും ഇത് വലിയൊരു ആശ്വാസമാകുമെന്നാണ് ട്രാവൽ മേഖലയിലെ വിലയിരുത്തൽ. എന്നാൽ ഈ സൗകര്യത്തിനൊപ്പം നിശ്ചയിച്ചിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കണമെന്നതും യാത്രക്കാർ ഓർക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.